നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. പോർക്കുളം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിൽ താഴ്വാരത്തെ ഉന്നതിയിലേക്കുള്ള വഴിയിൽ ഭീഷണിയായി നിന്നിരുന്ന വലിയ വെട്ടുക്കൽ പാറ ഒടുവിൽ നീക്കം ചെയ്തു. അപകടാവസ്ഥയിലുള്ള പാറകൾ ഉണ്ടായിരുന്നത് കലശമല ഇക്കോ ടൂറിസം സെന്ററിന് സമീപത്ത് നിന്ന് 3 സെന്റ് ഉന്നതിയിലേക്കുള്ള വഴിയിൽ. കടവല്ലൂർ കല്ലുംപുറത്ത് KSRTC ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് സാരമായ പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. വിശ്വാസികൾ ഏറെ ഭക്തിയോടെയും ആത്മീയ പ്രാധാന്യത്തോടെയും ആചരിക്കുന്ന രാമായണ മാസത്തിനും തുടക്കമായി. കർക്കിടകം മുഴുവൻ വീടുകളിലും ക്ഷേത്രങ്ങളിലും തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നത് പതിവാണ്. നൂറ്റാണ്ടുകളായി ഇത് തുടരുന്നതാണ്. കർക്കിടക മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുന്നതാണ് പതിവ് രീതി. തോരാമഴ പെയ്യുന്ന കർക്കിടകം കൃഷി ഉപജീവനമായിരുന്ന മലയാളിക്ക് കള്ളക്കർക്കിടകവും പഞ്ഞക്കർക്കിടകവുമാണ്. ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കർക്കിടകത്തിന്റെ കാഠിന്യം രാമായണ പാരായണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ രാമായണ പ്രഭാഷണങ്ങൾ, ഭജന, പ്രത്യേക പൂജകൾ എന്നിവ ഈ മാസം നടക്കും. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധ കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കുന്നതും ഈ മാസം മലയാളികളുടെ ശീലങ്ങളിൽപ്പെട്ടതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി ബിന്ദു കൃഷ്ണയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. 2 മന്ത്രിമാരും ഇന്നലെ രാത്രിയോടെ ഗുരുവായൂരിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ ശീവേലി കണ്ടു തൊഴുതു. ചെന്നിത്തല സോപാനത്ത് കദളിക്കുല സമർപ്പിച്ചു. ഉപദേവന്മാരെയും കാര്യാലയ ഗണപതിയെയും തൊഴുതാണ് ദർശനം പൂർത്തിയാക്കിയത്. മന്ത്രിമാരെ കാണാൻ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ പ്രവർത്തകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ദർശനം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ഇരുവരും മടങ്ങിയത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ V സുരേഷ്, ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി. പോർക്കുളം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിൽ താഴ്വാരത്തെ ഉന്നതിയിലേക്കുള്ള വഴിയിൽ ഭീഷണിയായി നിന്നിരുന്ന വലിയ വെട്ടുകൽ പാറ ഒടുവിൽ നീക്കം ചെയ്തു. കലശമല ഇക്കോ ടൂറിസം സെന്ററിന് സമീപത്ത് നിന്ന് 3 സെന്റ് ഉന്നതിയിലേക്കുള്ള വഴിയിലാണ് അപകടാവസ്ഥയിലുള്ള പാറകൾ ഉണ്ടായിരുന്നത്. പാറ വിജയകരമായി നീക്കം ചെയ്തതോടെ വലിയൊരു ദുരന്തഭീതിക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചുകാലങ്ങളായി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒന്നായിരുന്നു കലശമലയ്ക്ക് സമീപത്തെ ഈ വൻപാറ. പാറയിലെ വിള്ളൽ ക്രമാതീതമായി വർദ്ധിച്ചതോടെ താഴ്വാരത്ത് താമസിക്കുന്ന 30ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലായിരുന്നു. മുൻപുണ്ടായിരുന്ന ചെറിയ വിള്ളലുകളിലേക്ക് മരങ്ങളുടെ വേരുകൾ ഇറങ്ങിയതോടെയാണ് പാറ ഏതു നിമിഷവും പൊട്ടിവീഴാമെന്ന അവസ്ഥയിലായത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചൊവ്വന്നൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NS സുമേഷ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പാറ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പോർക്കുളം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭാഗത്തായിരുന്നു ഈ പാറയുണ്ടായിരുന്നത്. തുടർന്ന് പോർക്കുളം ചൊവ്വന്നൂർ പഞ്ചായത്തുകൾ സംയുക്തമായി നടത്തിയ കൃത്യമായ ഇടപെടലുകളുടെയും ശ്രമങ്ങളുടെയും ഫലമായാണ് ഇപ്പോൾ പാറ പൂർണ്ണമായും നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കിയത്. പാറ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ്, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റുമാരായ സബേറ്റ വർഗീസ്, തുഷാര സുബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി K ജോബ് എന്നിവർ നേരിട്ടെത്തി നേതൃത്വം നൽകി. പഞ്ചായത്തുകളുടെ ഈ സത്വര ഇടപെടലിൽ പ്രദേശവാസികൾ ഒന്നടങ്കം ആശ്വാസവും നന്ദിയും രേഖപ്പെടുത്തി. കടവല്ലൂർ കല്ലുംപുറത്ത് KSRTC ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കല്ലുംപുറം ഖമാർ പാലസിന് സമീപം അപകടമുണ്ടായത്. തിരുവല്ലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസും കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി.
അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈവേ പോലീസും കുന്നംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു. കുന്നംകുളത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സ് റോഡിന് കുറുകെ കിടന്ന പിക്കപ്പ് വാൻ നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന് തുടക്കമായി. 1-ാം തീയതിയായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾ, കൂട്ടുഗണപതി ഹോമം, ത്രികാല പൂജ എന്നിവയുണ്ടായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിനും തുടക്കമായി. രാവിലെ 9:30 ക്ഷേത്ര മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി സെക്രട്ടറി സി ഹരിദാസ്, നാരായണീയ പാരായണ സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാമായണ മാസാരംഭത്തിന്റെ ഭാഗമായി ദർശനത്തിന് ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ശനിയാഴ്ച സമാപിക്കും. ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂലൈ 8 മുതൽ നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും ശനിയാഴ്ച സമാപിക്കും. 63 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ വിപുലമായ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇതിനായുള്ള മുഴുവൻ ചെലവുകളും ഗുരുവായൂർ ദേവസ്വമാണ് വഹിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ശിവന് പുറമെ സ്വയംഭൂവായ ശിവനും പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രധാന ശിവപ്രതിഷ്ഠയ്ക്കും സ്വയംഭൂവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശ ചടങ്ങുകളും നടന്നത്. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശ പൂജ, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് 11 ദിവസത്തെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രത്തിലെ തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. ചടങ്ങുകളുടെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ശിവനെ പുനരുദ്ധീകരിച്ച് അത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. നട തുറക്കുന്നത് നാളെയാണ്. എല്ലാവരും തന്നെ നാളെ രാവിലെ 4 മണിക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിച്ചുള്ളൂ. നാളെ 4 മണിക്ക് നട തുറക്കും. 9:30-10 മണിയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും. തന്ത്രിയുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു. നാളെ അത് കഴിഞ്ഞതിന് ശേഷം പ്രസാദോട്ടും ഉണ്ടായിരിക്കും. ഒക്കെ ദേവസ്വം വഴിയാണ് ചെയ്യുന്നത്. ഇന്ന് കർക്കിടകം 1 രാമായണം വായന തുടങ്ങി 31 ദിവസം വരെ രാമായണ വായന ഉണ്ടായിരിക്കും. 31 ദിവസം കാലത്ത് പ്രഭാതവർഷം കർക്കിടക്കഞ്ഞി ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ക്ഷണിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, സെക്രട്ടറി M സുരേഷ്, ട്രഷറർ PB പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 16-ന് ഇല്ലന്തറയും ഓഗസ്റ്റ് 7 മുതൽ 16 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും നടത്തുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ 31 വരെ എല്ലാ ദിവസവും പ്രത്യേക പൂജകളും അന്നദാനം, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവ നടക്കും. എല്ലാ ദിവസവും രാവിലെ ഭക്തർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. തിരുവില്ലാമല ഗ്രൂപ്പ് ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ രജനി ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 1 കർക്കിടകം 16-ന് പ്രസിദ്ധമായ നെല്ലുവായ് ഔഷധ സേവ നടത്തും. അന്നേ ദിവസം രാവിലെ ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാധന്വന്തരി ഹോമം എന്നിവയും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗംഭീര പഞ്ചവാദ്യവും ഉണ്ടാകും. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 8 വരെ കാനപ്രം ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാമായണ നവാഹം നടക്കും. കർക്കിടക മാസത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് എന്നിവർ അറിയിച്ചു. മലങ്കര സഭ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പോലീത്തയുടെ 117-ാം ഓർമ്മ പെരുന്നാളും മലങ്കര സഭയെയും കുന്നംകുളം ഭദ്രാസനത്തെയും സ്തുത്യർഹമായി നയിച്ച കാത്തോലിക്ക ബാവ ബലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ ബാവയുടെ 5-ാം ഓർമ്മ പെരുന്നാളും സംയുക്തമായി ജൂലൈ 19, 20 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൌരസ്ത്യ കത്തോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത സഹകാർമ്മികനാകും.
19-ാം തീയതി ഞായറാഴ്ച എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ സംഗമിച്ച് വൈകിട്ട് 5 മണിക്ക് ആർത്താറ്റ് അരമന ചാപ്പലിലേക്കുള്ള പദയാത്രയും തുടർന്ന് 7 മണിക്ക് കാതോലിക്ക ബാവയുടെയും ഭദ്രാസന മെത്രാപ്പോലിത്തയുടെയും കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരവും നടക്കും. അനുസ്മരണ പ്രഭാഷണത്തിനും പ്രദക്ഷിണത്തിനും ശ്ലൈഹിക വാഴ്വിനും ശേഷം അത്താഴസദ്യയും ഉണ്ടാകും. ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരവും 7 മണിക്ക് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാനയും തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്നും നടക്കും. കുർബാനയ്ക്ക് ശേഷം രാവിലെ 11 മണിക്ക് ഭദ്രാസന മ്യൂസിയം ലൈബ്രറി കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. 11:30 അയ്യമ്പറമ്പ് ഹൌസിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ കുരിശുപള്ളിയുടെ കൂദാശയും പുതുതായി നിർമ്മിച്ച 8 ഭവനങ്ങളുടെ ഉദ്ഘാടനവും കാതോലിക്ക ബാവ നിർവഹിക്കും. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. 8 വീടുകളുടെ താക്കോൽദാനം ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. AC മൊയ്തീൻ MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, മത നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ സ്റ്റീഫൻ ജോർജ്, ജോയിന്റ് ജനറൽ കൺവീനർ പീയൂഷ് ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫാദർ TC ജേക്കബ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എഡ്ബി സക്കറിയ, ഭദ്രാസന കൌൺസിൽ മെമ്പർ CK ബാബു എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയവും നടത്തി. പങ്കെടുത്ത തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കർക്കിടക കഞ്ഞി കിറ്റുകളുടെ വിതരണവും നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു, ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവൻ തുടങ്ങിയവർ, കൌൺസിലർമാർ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ KS സാന്ദ്രമോൾ, ഓവർസിയർ KV വൈഷ്ണവ്, ആയുർവേദ ഡോക്ടർ മിഥു, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ, ട്രെയിനിലെ സീറ്റിനടിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച മാഫിയയുടെ പുതിയ തന്ത്രം. ഷൊർണൂരിൽ 10 കിലോയിലേറെ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് കടത്തുന്നതിനായി മാഫിയകൾ പുതിയ രീതി സ്വീകരിക്കുന്നതായി ഷൊർണൂർ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ട്രെയിനിലെ ആളൊഴിഞ്ഞ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് 10 കിലോ 250 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂരിലെത്തിയ ട്രെയിനിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. കഞ്ചാവ് കടത്തുന്നവർ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബാഗുകൾ ട്രെയിനിലെ ആളൊഴിഞ്ഞ സീറ്റുകൾക്കിടയിൽ ഉപേക്ഷിക്കുകയും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവരുടെ ഏജന്റുമാർ അത് കൈപ്പറ്റുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നതെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഈ രീതി കാരണം പ്രതികളെ നേരിട്ട് പിടികൂടുന്നത് കൂടുതൽ ദുഷ്കരമാകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അഡീഷണൽ SI PV ഹരിദാസ്, CPO സജിത്, CRPF SI PT ബാലസുബ്രഹ്മണ്യൻ, സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ M പ്രശാന്ത്, N ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും ട്രെയിനുകളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളിയുടെ പെരുന്നാൾ ജൂലൈ 18, 19 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണം, നേർച്ച വിളമ്പലും ഉണ്ടാകും. തുടർന്ന് വിവിധ ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ ആരംഭിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ധൂപപ്രാർത്ഥനയും കുരിശുപള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസദ്യയും ഉണ്ടാകും. 1975 പുനർനവീകരിച്ച ഈ ദേവാലയം പഴഞ്ഞി കത്തീഡ്രൽ ഇടവകയുടെ കീഴിൽ തോമസ് ലീഹായുടെ നാമത്തിലുള്ള ഒരേയൊരു കുരിശുപള്ളിയാണ്. ആദ്യകാലങ്ങളിൽ ഈ കുരിശുപള്ളിയുടെ ഭാഗമായി ആശരണരെ സംരക്ഷിച്ചു വന്നിരുന്ന ഒരു അനാഥശാല പ്രവർത്തിച്ചിരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കമ്മിറ്റി അംഗം CC ജോയ്, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ CC, സെക്രട്ടറി ഷാജു K വർഗീസ് എന്നിവർ പങ്കെടുത്തു. കുടിവെള്ളം വിതരണം ചെയ്യാൻ സാധിക്കാത്ത എല്ലാ ജൽജീവൻ മിഷൻ കണക്ഷനുകളിലെയും വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകൾ ഒഴിവാക്കി നൽകുന്നതിന് തീരുമാനമായി. ചാവക്കാട് PWD റസ്റ്റ് ഹൌസിൽ NK അക്ബർ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന ജൽജീവൻ മിഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം.
ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പൈപ്പുകൾ എത്തിച്ചിട്ടും പൈപ്പിടൽ തുടങ്ങാത്ത കരാറുകാരനെതിരെ ടെർമിനേഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കും. കടപ്പുറത്തെ കുടിവെള്ള ടാങ്ക് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. ദേശീയപാത അതോറിറ്റിയുടെ കാന നിർമ്മാണം വൈകുന്നതുമൂലം കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിലും വിതരണത്തിലും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകും. ദേശീയപാത നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലായതിനാൽ കടപ്പുറം പഞ്ചായത്തിലെ വാട്ടർ ടാങ്കിലേക്ക് ദേശീയപാത വഴി പൈപ്പിടുന്ന നടപടികൾ വേഗത്തിലാക്കണം. ദേശീയപാത അതോറിറ്റിക്ക് അടയ്ക്കാനുള്ള 3.98 കോടി രൂപ അടിയന്തരമായി അടയ്ക്കാനും തീരുമാനിച്ചു. ഒരുമനിയൂർ വാട്ടർ ടാങ്ക് ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ ടെൻഡർ കഴിഞ്ഞെങ്കിലും സർക്കാരിന്റെ തുടർ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. മുനയ്ക്കക്കടവ് PWD റോഡ് പുനർനിർമ്മാണത്തിനായി 70 ലക്ഷം രൂപ അടിയന്തരമായി പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് കൈമാറാനും വാട്ടർ അതോറിറ്റിക്ക് MLA നിർദ്ദേശം നൽകി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK സേവിയർ, പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VA മനാഫ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ HJ നീലിമ, ലിസി ജോർജ്, സജിത്ത്, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CPIM-നെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ED നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരായും CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കടവല്ലൂരിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. PG സുബിദാസ്, KM പരമേശ്വരൻ, PV അശോകൻ, KP രാജു, TK സംജിത്ത്, KN നിജിൽ എന്നിവർ സംസാരിച്ചു. CPIM നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായ ED കള്ളക്കേസെടുക്കുന്നു എന്നാരോപിച്ച് കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേച്ചേരിയിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MP പ്രവീൺ, KA സൈഫുദ്ദീൻ, ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KS കരീം, ആൻസി വില്യംസ്, VK ഹരിദാസ്, സച്ചിൻ പ്രകാശ്, PS സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. ഇന്തോനേഷ്യയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബിനോജിനൊപ്പം 5 പേർ കൂടെയുണ്ടായിരുന്നു. ഇവർ മനുഷ്യരല്ല, തന്റെ അരുമകളായ 5 വളർത്തുമൃഗങ്ങളാണ് എന്നതാണ് പ്രത്യേകത. ഓമനിച്ചു വളർത്തിയ 2 പട്ടികളെയും 3 പൂച്ചകളെയുമാണ് ചങ്ങരംകുളം സ്വദേശി ബിനോജ് അവധിക്ക് വരുമ്പോൾ കൂടെ കൂട്ടിയത്. ഇന്തോനേഷ്യയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വളർത്തുമൃഗങ്ങളെ ദീർഘകാലം പിരിഞ്ഞിരിക്കാനുള്ള വൈകാരിക വിഷമവും അവയോടുള്ള സ്നേഹവുമാണ് വലിയൊരു സഖ്യം ചെലവിട്ട് ഇവരെയും ഒപ്പം നാട്ടിലേക്ക് കൂട്ടിയത്. ട്വിക്സ്, ഷാലി എന്നീ പട്ടികളെയും ബെല്ലി, മില്ലി, ഉനോ എന്നീ പൂച്ചകളെയും പ്രത്യേക തരത്തിലുള്ള പെട്ടികളിലാക്കിയാണ് മലേഷ്യൻ എയർലൈൻസിൽ കൊച്ചിയിലെത്തിച്ചത്. ഹോങ്കോങ്ങിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ 7 വർഷമായി ബെല്ലയും മില്ലിയും ബിനോജിനൊപ്പമുണ്ട്. തന്റെ അരുമകളെയൊന്നും വില കൊടുത്ത് വാങ്ങിയതല്ല. ഉടമസ്ഥർ ഇല്ലാതായപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളവയും ഓരോ സാഹചര്യത്തിൽ തന്നോടൊപ്പം ചേർന്നവയുമാണ് ഇവയെല്ലാം. അവധി കഴിഞ്ഞു മടങ്ങുമ്പോൾ തന്റെ അരുമകളെ കൂടെ കൂട്ടണമെന്നും ബിനോജ് പറഞ്ഞു. തിരിച്ചു പോവാന്നുള്ള ഒരു ആലോചന തൽക്കാലം ഇല്ല. നാട്ടിൽ നിൽക്കാന്നുള്ള പ്ലാനാണ്. പക്ഷേ എപ്പോഴേലും പോവുകയാണെങ്കിൽ തീർച്ചയായും അവരെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ അടുത്തത് എവിടെയാണോ അവിടേക്ക് അവർ പോകും. കാലാവസ്ഥ വിഷയങ്ങളൊന്നുമില്ല അവിടെ? ഇല്ല, കാറ്റ്സ് കൂടുതൽ ഉള്ളിൽ തന്നെയാണ്. അവർക്ക് പുറത്ത് അധികം പറ്റില്ല. അവർക്ക് കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഡോഗ്സിന് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഒരാൾ ഓൾറെഡി കുറച്ച് വിന്റർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ഡോഗാണ് ഇന്തോനേഷ്യയിൽ തന്നെ. മറ്റാൾ നോർമലി സമ്മർ ഏരിയ ആണ്. പക്ഷെ നമ്മുടെ ഇവിടെയും കാലാവസ്ഥ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇണങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജു ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള പുസ്തക ചങ്ങാത്ത പദ്ധതി 92 സ്കൂളുകളിൽ പൂർത്തിയായി. 92ാമത് സ്കൂളായി മരുതയൂർ പാവർട്ടി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ നൽകിയത്. സ്കൂൾ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ പ്രധാന അധ്യാപിക CJ ഷൈനി ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജു മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ RK സൗദ, CR രേഖ, ഗ്ലിൻഷി ജോൺസൺ, KR കൃഷ്ണേന്ദു, സീന ആന്റണി, K ഷാനിബ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ നിവേദിയ മിശ്രിയ, അഭിനവ് കൃഷ്ണ, ബിലാൽ, ആനന്ദ് കൃഷ്ണ എന്നിവർ പുസ്തക വായന പദ്ധതിക്ക് നേതൃത്വം നൽകി. 2026 സമാപനത്തിൽ 100 വിദ്യാലയങ്ങളിൽ പുസ്തക ചങ്ങാത്ത പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് സ്റ്റൈജു പദ്ധതിക്ക് പണം കണ്ടെത്തുന്നത്.
ഹാർത്താറ്റ് ഹോളി ക്രോസ് CBSE സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഒട്ടും ചോരാതെ മിനി വേൾഡ് കപ്പ് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാലയത്തിൽ പുതുതായി നിർമ്മിച്ച ടർഫിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കുന്നംകുളം മേഖലയിലെ പ്രശസ്തരായ 4 CBSE സ്കൂളുകൾ പങ്കെടുക്കുന്ന മിനി വേൾഡ് കപ്പ് സൗഹൃദ മത്സരം ഒരുക്കിയിട്ടുള്ളത്. ജൂലൈ 18 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്ത് ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ചാവക്കാട് രാജ CBSE സ്കൂളും ഹോളിക്രോസ് CBSE സ്കൂളും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ മത്സരവും തുടർന്ന് 2 മണിക്ക് എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളും കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളും തമ്മിലുള്ള രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരവും അരങ്ങേറും. ഫൈനൽ മത്സരത്തിന് മുൻപായി മിനി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ആവേശം പകരാൻ കുട്ടികളുടെ വിവിധ പ്രോഗ്രാമുകളും നടക്കും. സെമി ഫൈനൽ മത്സരങ്ങളിൽ വിജയികളാകുന്നവർ തമ്മിലുള്ള ഫൈനൽ മത്സരത്തിനു ശേഷം വിജയികൾക്ക് വേൾഡ് കപ്പ് ട്രോഫി സമ്മാനിക്കും. മത്സരങ്ങൾക്ക് ഹോളിക്രോസ് സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, ഫിനാൻസ് മാനേജർ ഫാദർ ഫെബിൻ കുത്തൂർ, സ്കൂൾ ഫിസിക്കൽ ട്രെയിനർ PG ധനിയൻ എന്നിവർ പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ആരോഹൺ ഫീസ്റ്റ 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന യുവജനോത്സവത്തിന്റെ ലോഗോ സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ നിന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമീനത്ത് ഇസ്മ നിർദ്ദേശിച്ച ആരോഹൺ ഫീസ്റ്റ 2026 എന്ന പേര് യുവജനോത്സവത്തിനായി തെരഞ്ഞെടുത്തു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, സ്കൂൾ പ്യൂപ്പിൾ ലീഡർ മുഹമ്മദ് നാജിദ്, സ്കൂൾ അസിസ്റ്റന്റ് പ്യൂപ്പിൾ ലീഡർ നവനീത് R നായർ എന്നിവർ സംസാരിച്ചു. യുവജനോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളായ MS മിജ, റീബ മിജു, അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വാട്ടർ സർവീസ് സെന്ററിന്റെ അനുമതി വൈകിയെന്ന ആരോപണം. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒറ്റയാൾ സമരം. വീടിനോട് ചേർന്ന് നിർമ്മിച്ച വാട്ടർ സർവീസ് സെന്ററിന് 6 മാസമായിട്ടും പ്രവർത്തനാനുമതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകനായ നമ്പ്രാണത്തേൽ N അഷ്റഫ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി. പുത്തൻപള്ളിയിൽ നിന്ന് കോൺഗ്രസ് പതാക ഏന്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് നിൽപ്പ് സമരം നടത്തി. വാട്ടർ സർവീസ് സെന്ററിന് ആവശ്യമായ ലൈസൻസും പ്രവർത്തനാനുമതിയും ലഭിക്കുന്നതിൽ അധികൃതർ അനാവശ്യ കാലതാമസം വരുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പെരുമ്പടപ്പ് പോലീസ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രസിഡന്റ് വിളിച്ചിട്ട് ഈ ഓവർസിയർ ഫോൺ എടുക്കില്ല. പഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതി പറഞ്ഞ്, അസിസ്റ്റന്റ് സെക്രട്ടറിയോട് പരാതി പറഞ്ഞ് ഇതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. നാളെ വായ നമ്മളെ ഒരു കോൺഗ്രസ്സുകാർ എന്നുള്ള നിലക്കാണ് അവർ ഇതിനെ റിജക്ട് ചെയ്യണത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിയുന്നത്. നമ്മൾ ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടും ഇല്ല. എന്നുള്ളതിന് 4 മാസം ഞാൻ പഞ്ചായത്തിന്റെ ഓഫീസിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും ജീവകാരുണ്യ പ്രവർത്തനം സാന്ത്വന സ്പർശം 2026 പരിപാടിയും ജൂലൈ 19 സംഘടിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 അയ്യപ്പൻകാവ് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലീത്ത അധ്യക്ഷത വഹിക്കും. സാന്ത്വന സ്പർശം എറണാകുളം ലോകസഭാംഗം ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം, നിർധന രോഗികൾക്കുള്ള സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം എന്നിവയുടെ വിതരണം TJ വിനോദ് MLA, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, കൊച്ചി സിറ്റി പോലീസ് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജു K വർഗീസ് എന്നിവർ നിർവഹിക്കും. പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ആശംസകൾ അർപ്പിക്കും. ചാലിശ്ശേരി ഇടവകയിൽ നിന്ന് ഉപജീവനാർത്ഥം എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന 29 കുടുംബങ്ങളാണ് യൂണിറ്റിനു കീഴിൽ പ്രവർത്തിക്കുന്നത്. സ്ഥാപിതമായതു മുതൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സേവനമാണ് യൂണിറ്റ് നടത്തുന്നത്. 2001 ഇടവക വികാരി ഫാദർ ജോബ് അരിമൂരിന്റെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ ഏലിയാസ് കീരിമുളയിൽ പ്രസിഡന്റും KM ജോസ് വൈസ് പ്രസിഡന്റുമായി PK ശാമു സെക്രട്ടറിയായും PI ഇട്ടോബ് ജോയിന്റ് സെക്രട്ടറിയായും തുടക്കം കുറിച്ച യൂണിറ്റ് 25 വർഷത്തെ ആത്മീയ യാത്രയിൽ അനേകരുടെ കണ്ണീരൊപ്പുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ജൂലൈ 19 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് എറണാകുളം കുന്നംകുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അന്നേ ദിവസം ഈ കുടുംബ യൂണിറ്റിന്റെ 25ാം സിൽവർ ജൂബിലി കൂടി ആഘോഷിക്കുന്നു. അന്നേ ദിവസം അഭിവന്യ
കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലീത്ത തൃശൂർ ഭദ്രാസനം അധ്യക്ഷനായിരിക്കും. ഉദ്ഘാടനം ശ്രീ ഹൈബി ഈഡൻ എറണാകുളം MP, TJ വിനോദ് എറണാകുളം MLA, ഇടവക വികാരി ഫാദർ അബ്രാം യാക്കൂബ്, ഫാദർ ഡിംജോ ഏലിയാസ് കൂരൻ, ഷാജു കെ വർഗീസ് മുൻ DCP കൊച്ചി സിറ്റി, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശാമു, ജോയിന്റ് സെക്രട്ടറി CV ബാബു, ട്രഷറർ AI ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജീസ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. ആത്മ ബ്ലോക്ക് തല കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയായ ആത്മ പദ്ധതിയുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്കിലെ ചൂണ്ടൽ, ചൊവ്വന്നൂർ, കടങ്ങോട്, കടവല്ലൂർ, കണ്ടാണശ്ശേരി, കാട്ടകാമ്പാൽ, പോർക്കുളം, വേലൂർ എന്നീ പഞ്ചായത്തുകളിലെയും കുന്നംകുളം നഗരസഭയിലെ ആർത്താറ്റ് ഉൾപ്പെടെയുള്ള കൃഷിഭവൻ പരിധിയിലെയും ജനറൽ, SSC വിഭാഗങ്ങളിലെ മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ, ജനറൽ വിഭാഗത്തിലെ മികച്ച മണ്ണ് ജല സംരക്ഷണം നടത്തുന്ന കർഷകൻ എന്നിവരിൽ നിന്നും കർഷക അവാർഡുകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള കർഷകർ അപേക്ഷാ ഫോമിനും മറ്റ് വിവരങ്ങൾക്കും കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകൾ ജൂലൈ 20-നകം അതത് കൃഷിഭവനുകളിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 93 83 47 14 47 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 230 രൂപ. ചരമം പഴഞ്ഞി അയ്യൂർ പരേതനായ ഈയുക്കുട്ടി മകൻ ജോയ് നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ശോഭ ഭാര്യയും ജിസ്വിൻ ജോബിൻ എന്നിവർ മക്കളുമാണ്. തിരുവെങ്കിടം കാഞ്ഞിരത്തിങ്കൽ പരേതനായ ജോസഫ് ഭാര്യ മാഗി നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. പോർക്കുളം, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിൽ താഴ്വാരത്തെ ഉന്നതിയിലേക്കുള്ള വഴിയിൽ ഭീഷണിയായി നിന്നിരുന്ന വലിയ വെട്ടുകൽ പാറ ഒടുവിൽ നീക്കം ചെയ്തു. അപകടാവസ്ഥയിലുള്ള പാറകൾ ഉണ്ടായിരുന്നത് കലശമല ഇക്കോ ടൂറിസം സെന്ററിന്റെ സമീപത്ത് നിന്ന് 3 സെന്റ് ഉന്നതിയിലേക്കുള്ള വഴിയിൽ. കടവല്ലൂർ കല്ലുംപുറത്ത് KSRTC ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. വാനിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് സാരമായ പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.